അപ്പോൾ ഡേ 3 ആണ്, മൂന്നാമത്തെ ദിവസം. നമുക്ക് മെഞ്ഞാന്ന്, അതായത് ഫസ്റ്റ് ഡേ നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു 150 രൂപയാണ്. അതിൽ 50 രൂപ പെട്രോൾ എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് കിട്ടിയേക്കുന്നത് 1044 രൂപയാണ്. നമ്മൾ ഏകദേശം ഫുൾ ഡേ തന്നെ വേണമെങ്കിൽ പറയാം, 10 മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടുണ്ട്. 1044 രൂപയാണ്. അതിൽ നമുക്ക് ചിലവായത് ഏകദേശം 300 രൂപയുടെ പെട്രോൾ എടുത്ത് നമുക്ക് അതിൽ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇൻസെൻറ്റീവും കൂടിയൊക്കെ കയറി കഴിഞ്ഞാലേ മീറ്റ് ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ ഡേ 3 ആണ്. അപ്പോൾ നമ്മളിത് ഓൺ ദ വേ ആണ്. നമുക്ക് ഓൺലൈനിൽ കയറാൻ പറ്റിയിട്ടില്ല. 12 മണിയുടെ ഗിഗ് കൊടുത്തിരുന്നത്. 11:57 11:45 ആകുമ്പോൾ തന്നെ നമുക്കിതിൽ കയറാൻ പറ്റും. ഗിഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുന്നേ നമുക്കിതിൽ കയറാൻ പറ്റും. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട്. എനിക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഓൺലൈനിൽ കയറാൻ പറ്റും. അപ്പോൾ അതിന് ശേഷമുള്ള ഓട്ടം നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഫുൾ സെറ്റപ്പിൽ ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു എൻ്റെ വൈസർ മറ്റേ ഇതാണ്, ടിൻറ്റഡാണ്, ബ്ലാക്ക് കളർ വൈസറാണ്. പകലോടാൻ എന്തായാലും ഈ സാധനം വേണം. വെയിൽ ഡയറക്റ്റ് കണ്ണിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ണ് പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഈ വൈസർ എന്തായാലും പകൽ വേണം. നൈറ്റ് ഓടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്ലിയർ വൈസർ ഉണ്ട്, അതും ഞാനെടുത്ത് ബാഗിലിട്ടിട്ടുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ ഐറ്റംസ് എൻ്റെ ബാഗിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എനിക്ക് ഈ വണ്ടി മതിയാവാണ്ട് വരുമോയെന്ന് ഡൗട്ട് ആയിരിക്കുന്നു. അപ്പോൾ നോക്കി നോക്കാം. നമുക്ക് സൈഡിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സൈഡിൽ ഇനിയിപ്പോൾ വേറെ എക്സ്ട്രാ ബാഗ് എന്തെങ്കിലും വെക്കേണ്ടി വരും, എൻ്റെ പേഴ്സണൽ ഐറ്റംസ് ഇട്ട് വെക്കാനും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഈ കാലിൻ്റെ മുകളിൽ പിടിപ്പിക്കുന്ന ഒരു ചെറിയ മിനി ബാഗ് ഉണ്ട്. എന്താണ് അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ ഒരു ബാഗ് വാങ്ങണ്ട. എനിക്ക് എൻ്റെ പവർ ബാങ്ക്, എൻ്റെ പേഴ്സണൽ ഫോണ്, കാര്യങ്ങൾ, പൈസ ഒക്കെ അതിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാഗിൽ വെച്ച് പോകുന്ന എപ്പോഴും സേഫ് അല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതെന്തായാലും അടുത്ത് തന്നെ സെറ്റാക്കും. അപ്പോൾ ഓക്കെ, നമ്മളിനി ഓൺലൈനിൽ കയറിയിട്ട് കാണാം. അല്ല, R15 വേർഷൻ 3 ഇല്ലേ, 2018 ഓർഡർ. ആ പഴയതെന്താ 6 കൊല്ലമായി. ആ ഹാൻഡിലും മാറ്റി ബാക്കിലാക്കി എയറും കയറ്റി 50 ലിറ്റർ കിട്ടും. 50 കിലോമീറ്റർ വലിയ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഏതാ വണ്ടി? ഇലക്ട്രിക്കാ? അതിന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 90 കിലോമീറ്റർ കിട്ടും അല്ലേ? റെഡിയായില്ല? റെഡിയായില്ല? ഓ, നിങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോ എങ്ങനെയാ? സ്വിഗ്ഗി അല്ലേ? ആ, ഞാൻ സൊമാറ്റോ ആണ്. ഞാൻ യൂണിഫോം ഇട്ടായിട്ട് എടുത്തിട്ട് നടക്കുക. ടാസ്ക് എനിക്കൊന്ന് അടിച്ചു. ഇവിടെ പ്രിപ്പയറിങ്ങിലാണ്, എന്നെ എടുക്കാൻ നിൽക്കുകയാണ്. ആ, സ്വിഗ്ഗി നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഓൺലൈനിൽ കയറി പോകാം. നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട, എപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ കയറാം. നല്ല കുറവല്ലേ? ഈ സൊമാറ്റോ കഷ്ടമാണ്. ആ, നിങ്ങൾ വേറെ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അപ്പോൾ രാത്രി മാത്രം വീഡിയോ ഏകദേശം എത്ര രൂപ കിട്ടും? നമ്മളെന്താ അറിയോ, ഒരു ചെറിയൊരു യൂട്യൂബ് വീഡിയോയിലാണ്. അപ്പോൾ അതിൽ ഏകദേശം ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടോ. 400-500 രൂപ കിട്ടും ഏകദേശം. എത്ര മണിക്കൂർ ഓടിയാൽ? ആ, ഓ, ഈ നിങ്ങൾക്ക് പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് എക്സ്പെൻസ് കുറവാണല്ലോ അല്ലേ? ആ, ഇത് ഫാസ്റ്റ് ചാർജിങ് എത്ര മണിക്കൂർ വേണം ഫുൾ ചാർജ് ആകാൻ? സ്വിഗ്ഗി എക്സ്ട്രാ ഉണ്ടാവില്ലേ സ്വിഗ്ഗിയിൽ? സത്യം, മഴയത്തല്ലേ? ആ, ചോദിക്കാണ്ടോ? അതല്ല നിങ്ങൾക്ക് ആ, ഇത് ഫാസ്റ്റ് നഷ്ടല്ലേ? സൊമാറ്റോ കണക്കാണ്. ഇപ്പം എൻ്റെ 2 ദിവസത്തെ ഓട്ടം വെച്ച് നോക്കുമ്പോൾ ആ, ഒരല്ലേ? അയ്യോ, സ്വിഗ്ഗിയിലല്ലേ? മുതലാവില്ലല്ലേ സ്വിഗ്ഗിയിലല്ലേ? 650 റുപ്യ അല്ലേ? ടാസ്ക് അങ്ങനെയൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ പെടുക. ഞാനെന്നാ ഒന്ന് പിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ഫാസ്റ്റ് ചാർജിങ്ങിന് ഏകദേശം എത്ര മണിക്കൂറാണോ? 40 മിനിറ്റ് ഫുൾ ചാർജ് ആവും ആണല്ലേ? 60 കിലോമീറ്റർ ഓടല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോയി ചാർജിലിട്ടത്. നിങ്ങൾ അതിൽ ലൊക്കേഷൻ കയ്യിൽ തന്നെ കാണിക്കുന്നു തോന്നുന്നുണ്ടല്ലേ? അതായത് 50 റുപ്യ വരും അല്ലേ സിംഗിൾ ചാർജിങ്ങിന്? ഓ, ടാസ്ക്. എന്നാ ഞാൻ അന്ന് കളക്ട് ചെയ്തോട്ടെ. നിങ്ങളെ പേരെന്താ? അരവിന്ദ്. ശരി. ജനിക്കൂല ഞാൻ ഇവിടെ. എന്നാ ഞാൻ പോട്ടെ എന്നാല്. ഞാൻ പോട്ടെ. അല്ല, സൊമാറ്റോ ആണ്. യൂണിഫോം കിട്ടിയിട്ടില്ല. അതാ. ശരി.
അവരവിടെ എക്സ്ട്രാ ആയി പോയിട്ടുണ്ട്. നിങ്ങൾ അക്ഷയാണോ അനഘയാണോ? അനഘയാ. ഹലോ ഹലോ, ആ അക്ഷയ എന്ന് പറഞ്ഞ ആളാണോ? ആ അത് അത് കൈതട്ടി അമർന്നു പോയത്. അത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ്? ഞാനിപ്പോൾ നമ്മളെ എരഞ്ഞിപ്പാലത്താണുള്ളത്. എരഞ്ഞിപ്പാലത്തല്ല, നമ്മളെ ഇതിനടുത്ത്. എരഞ്ഞിപ്പാലത്ത് തന്നെ. നിങ്ങൾ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, നിങ്ങളൊരു 5 മിനിറ്റ്സ് കൂടുമ്പോൾ ഒന്ന് വിളിക്കും. എനിക്ക് തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കളക്ടേഴ്സ് ബംഗ്ലാവ് റോഡിലേക്ക് എത്താം. ആ നിങ്ങളാണല്ലേ, അക്ഷര അല്ലേ? അക്ഷര, ഓക്കെ. ഇതിൻ്റെ മുന്നേ 2 ഓർഡേഴ്സ് ഒരുമിച്ച് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ വലിച്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് വായിപ്പോയി. അതുകൊണ്ട് കേട്ടോ, സോറിയാ. എൻ്റെ മോനെ, വാട്ട് ഈസ് ദിസ്? ഇത്ര സന്ദർഭങ്ങളിൽ നിങ്ങളൊരു 100 cc വണ്ടി ആയിട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ആ പുക മുഴുവൻ അങ്ങനെ തിന്നിട്ട്. അയ്യോ, വീട്ടിലൊരു പ്ലാറ്റിനം ഉണ്ട് കേട്ടോ, 100 cc. അതെടുത്ത് ഇറങ്ങിയാൽ മതി. അതിന് 100 കിലോമീറ്റർ മൈലേജും ഉണ്ട്. പക്ഷേ ഐ ചൂസ് ദിസ് ബീസ്റ്റ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് 100 cc മതിയായി എന്ന് വരില്ല. ഓ ഇയാള് ഹെൽമെറ്റ് ഇട്ട് കയറിയ പ്രശ്നമുണ്ടോ? ഹെൽമെറ്റ് ഇട്ട് കയറിയ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, പോയിക്കോട്ടെ. ആ ലുലുമാളിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഹെൽമെറ്റ് ഇട്ട് നടക്കുന്നത് കേട്ടോ. D14 ലുലുമാളിലെ ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഗോപ്രോ, ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പാടുണ്ടോയെന്നും കൂടി അറിഞ്ഞൂടാ. ഞാനിത് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ലിഫ്റ്റിനും കൂടി കയറണം എന്നുണ്ട്, പക്ഷെ വയ്യ. ആൾക്കാർ വിചാരിക്കും ഇവനേതാ നമ്മളെ കൂടെ ലിഫ്റ്റിൽ കയറിയേക്കുന്ന ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട്. ഞാനതാണ് എസ്കലേറ്റർ വിളിച്ചത്. ബ്രോ, ഇവിടെ ഈ ഡെലിവറി ചെയ്യുന്നവർക്ക് കയറാൻ ഇറങ്ങാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? മീൻസ് ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും എൻട്രി എക്സിറ്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്നെയാണോ ആൾക്കാർ വരല്? ഈ സൈഡ് ലാസ്റ്റ് ആണോ? വേണ്ട, അതിലെ തന്നെ പോവാ. ടാബിൻ്റെ അയ്യോ, ഞാനിപ്പോൾ എവിടെ അറിയാം മോനെ? ഞാനിപ്പോൾ ലുലുമാളിലടാ, ലുലുമാളില്. ഞാൻ മണവാളനാടാ, മണവാളൻ. ഞാനിപ്പോൾ കൊച്ചിയിലാണടാ, കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ലുലുമാളിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് ഗോപ്രോ ഒക്കെ വെച്ച് ഇങ്ങനെ നടക്കുക. ഫ്രീയാ പാർക്കിങ്ങോ? എനിക്കറിഞ്ഞൂടാ, ഞാനിവിടെ കയറ്റിട്ടിരിക്കുന്നു. അപ്പോൾ സീൻ എന്താ വെച്ചാൽ ഇവരൊക്കെ മറ്റേ ഈ ചന്ദ്രന് മറ്റേ ഇയാൾ വന്നാൽ നോക്കൂല, അതേമാതിരി ടീം ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ആരും രാവിലെ ഇറങ്ങിക്കുന്നത്? ഞാൻ അതിൻ്റെ മുന്നേ കൂടെ വന്ന് 5:15 കഴിക്കുന്നത്. കൊള്ളാം, എന്നായിക്കോട്ടെ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നിങ്ങൾ പോകുന്ന കണ്ടിട്ടാട്ടോ വയ്യാലെ വരുന്നത്. എനിക്കിതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ അല്ലേ വണ്ടി ഓടിച്ച് പഠിക്കാൻ പോവാ. ഇപ്പം തന്നെ അവരെ വയ്യാതെ പോയനെ. ബും ബും. സാറേ, ബൈക്കൊന്നും ഇവിടെ വെക്കാൻ പറ്റുമോ? ഒരു ഡെലിവറി കൊടുക്കാനോ? ഉള്ളിലേക്കാണ് പറ്റൂല അല്ലേ? ഇപ്പം തന്നെ വരുന്നത്. ആ സ്റ്റാൾ നമ്പർ 085 എന്ന് പറഞ്ഞ് ഇട്ടതാ. ആളെ വിളിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതാണ്. ഇപ്പോൾ വരട്ടെ സാറേ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ എൻ്റെ ചെയ്തു, ഇവിടെ തീർന്നു കേട്ടോ. കുറച്ച് ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ച മാതിരി തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ഇപ്പം എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഓർഡറിൻ്റെ ടിപ്പാണ്. ഓക്കെ, മതി. ഓ സന്തോഷം.
അപ്പോൾ എൻ്റെ പോക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുവരെ നമ്മുടെ പോക്കറ്റിൽ 2253 രൂപ, 2253 rupees ഗായ്സ്, ജസ്റ്റ് 3 days, 3 ദിവസം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ ചാർജ് ഇപ്പോൾ ഓടിയത് ഏകദേശം 400 കിലോമീറ്ററാണ് ഞാൻ ഈ വണ്ടിനോട് ഓടിയത്. അപ്പോൾ നിങ്ങളെ ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ചാർജിൽ 100 കിലോമീറ്റർ ഓടും. 4 പ്രാവശ്യം 4 ഹബ്ബിൽ നിന്ന് ചാർജ് ചെയ്ത് വിചാരിക്കും. ഒരു ഹബ്ബിൽ നിന്ന് ചാർജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു മിനിമം 40 to 80 മാക്സിമം അത് മതിയാവും. 24 32 320 ഉറുപ്പ്യ ആകെ ചിലവുണ്ടാവുള്ളൂ. ബാക്കി 1900 സംതിങ് ഉറുപ്പ്യങ്ങളെ പ്രോഫിറ്റാണ്. അതാലോചിച്ച് നോക്കി. പിന്നെ നിങ്ങൾ അല്ലറച്ചില്ല 1900 പോട്ടെ, എന്നാലും വേണ്ടില്ല, നിങ്ങൾ ഫുഡ് അടിച്ച് മറ്റേ മറിച്ചെന്നൊക്കെ ആക്കി അങ്ങനെ എടുത്തു കഴിഞ്ഞാലും പിന്നെയും ഈ ഒരു പൈസ ബാക്കിയാണ്. ഇനി എൻ്റെ ഇന്നത്തെ ഏണിങ്സ് കാണിച്ചു തരാം. 1178 രൂപ. ഞാൻ ഹാപ്പിയാണ് കേട്ടോ, സീരിയസ്ലി ഐ ആം ഹാപ്പി. അപ്പോൾ 1288 രൂപയിൽ പെട്രോൾ ചിലവുണ്ട്, അതൊക്കെ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. ഞാൻ ടോട്ടൽ ഓടിയത് അതിൽ നിന്നും ഈ ഒരു പെട്രോൾ ഈ ഒരു മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, 400 കിലോമീറ്റർ ആയിപ്പോൾ. 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററിന് ഞാൻ 200 രൂപയുടെ പെട്രോൾ അടിക്കണം. അപ്പോൾ 2, 4, 6, 8, 800 രൂപയുടെ പെട്രോൾ എനിക്കിപ്പോൾ ചിലവായിട്ടുണ്ട്. എൻ്റെ ടോട്ടൽ ഏണിങ് എത്രയാണ്? 2253 മൈനസ് 800, 1453. അതും ഞാൻ എങ്ങനെ എന്താ പറയുക, അത്രയും ലേസി ആയിട്ട് എന്താ പറയുക, ശരിക്ക് ഒന്ന് വൃത്തിക്ക് ഓടുകയാണ്. ഇതൊന്നല്ല, അതിന് മുകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് ടോട്ടൽ എത്ര ഓർഡേഴ്സ് എടുത്തെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇന്ന് എടുത്ത ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഇതേ സെയിം ഏണിങ്സിന് എടുത്ത് തന്നെ ഉണ്ടാക്കിയത്. ഏകദേശം 1044 രൂപ, 1044 രൂപ കേട്ടോ. ഡെയിലി കാൽക്കുലേഷൻ 1178 രൂപ ഇന്നത്തെ ഏണിങ്സ്. അതിൽ 17 ഓർഡേഴ്സ് എടുത്തു. 5 മണിക്കൂർ 34 ഹവേഴ്സ് മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. 5 മണിക്കൂറിൽ 1278 രൂപ. അതിൽ 400 രൂപ കട്ട്. ബാക്കി എത്ര ഉണ്ടാവും? കണക്കിൽ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പം 700 രൂപയുടെ അടുത്തുണ്ടാവും. 700 രൂപ 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിൽ 100 രൂപ പോലും ലാഭമില്ല. നിങ്ങളിപ്പോൾ പുറത്ത് കമ്പനീസിലൊക്കെ പോവുകയാണെങ്കിലും അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇറങ്ങിക്കും, ഒന്ന് നോക്കട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അധ്വാനിക്കണം എന്നുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ, സീരിയസ്ലി ഞാൻ പറയുകയാണ് ഗൈസ്, അധ്വാനിക്കണം എന്നൊരു മനസ്സുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ മറ്റേ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട, സ്വന്തമായിട്ട് ജീവിക്കണം, മാന്യമായിട്ട് ജീവിക്കണം, അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ ചുമ്മാ കയറി ആവേശത്തിൽ മോട്ടിവേറ്റിലൊക്കെ ഒരു മോട്ടിവേഷൻ്റെ പേരിലൊന്നും കയറി ഇറങ്ങിത്തിരിക്കരുത്. എന്താ വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളിനി മുന്നോട്ട് അങ്ങനെ തന്നെ പോയി എന്തുണ്ടെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം EMI-യിൽ. കൂളായിട്ട് ആ EMI മാത്രം അടച്ച് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിൽ ഒരു മാസം ഒരു 10 രൂപ 12 രൂപയൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി 1000 രൂപ 2000 രൂപയൊക്കെ ഒരു മാസം ചിലവ് വരുന്ന മനുഷ്യനാണെങ്കിൽ ഫുഡ് അടിക്കാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ഞാൻ ഇൻട്രോവേർട്ടാണ് കുറച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു EMI ഒരു 1.5 വർഷത്തേക്കൊക്കെ ആക്കി വെക്കാം. അപ്പോൾ ഒരു മാസം ഏകദേശം ഒരു 8 രൂപ 9 രൂപയൊക്കെ EMI അടയ്ക്കാനുണ്ടാവും. അത് അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പൈസ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1.5 കൊല്ലം കൊണ്ട് വണ്ടിയായി കുറേശ്ശെ പൈസ ആയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ അടുത്ത കൊല്ലം നിങ്ങൾക്ക് അടുത്ത് വണ്ടിയുണ്ട്. അപ്പോൾ ഇനി എവിടേക്ക് EMI ഒന്നും കൊടുക്കേണ്ടില്ല. ഒരു മാസം ഓടി കഴിഞ്ഞാൽ 10, 15 ഒന്നല്ല, അതിൻ്റെ മുകളിലൊരു പൈസ കൈമേൽ നിൽക്കും. ഇലക്ട്രിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ 10-30,000 രൂപ ഉറപ്പാണ്. ഒരു ദിവസം 1000 രൂപ വെച്ചിട്ട് 30 ദിവസം 30,000 രൂപ കൺഫേം. അപ്പോൾ ഒരു കൊല്ലത്തെ സ്ട്രഗിളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമിൽ പൈസ വരും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ഒക്കെ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് വരരുത് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമ്മളെ പണി തരും. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട. സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ചിലപ്പോൾ നാളെ എന്തായി മാറുന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രോൺ ഡെലിവറി ഒക്കെ ആവും. അപ്പോൾ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിന് മാത്രമേ പണിയുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടില്ലേ. അപ്പോൾ എല്ലാം കാണണം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നാളത്തെ ഏണിങ്സ് ആയിട്ട് നാളെ വരാം.